ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലെ 2 A+ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക. ആദ്യം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം ഓർത്ത് വെക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം കൂടെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഇപ്പോൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോ, x² + 6x ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്? ഇതൊരു പൂർണ്ണവർഗമാകാൻ സിമ്പിളാണ്, നമുക്കറിയാം. 6ന്റെ ഹാഫ് എന്ന് പറയുന്നത് 3 ആണ്. ആ 3² ആഡ് ചെയ്താൽ മതി, ശരിയല്ലേ? 6ന്റെ ഹാഫ് 3 ആണ്, 3ന്റെ സ്ക്വയർ ആഡ് ചെയ്താൽ മതി. അതായത് x² + 6x + 9. ശരിയല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് x + 3² എന്ന് എഴുതാം. അത്രയേ ഉള്ളൂ ടെക്നിക്ക്. x + 3² x + 3² നോക്കുക. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇതേപോലത്തെ ഒറ്റൊന്നും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. x² + 8x കണ്ടാൽ അതിനോട് നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? എക്സിന്റെ മുന്നിലുള്ളത് 8 ആണ്. 8ന്റെ പകുതി എത്രയാ? 4. 4ന്റെ സ്ക്വയർ. ഇവിടെയുള്ള നമ്പറുകൾ തമ്മിലുള്ള ബന്ധം എന്താ? എക്സിന്റെ മുന്നിലുള്ള നമ്പർ അതിന്റെ പകുതിന്റെ സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ശരിയല്ലേ? എക്സിന്റെ മുന്നിലുള്ള നമ്പർ ഏതാണോ അതിന്റെ പകുതിന്റെ സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ശരിയാണല്ലോ. അപ്പോ ax ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചോ. x² + ax + b എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗമാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ബന്ധം എന്താ? നമുക്കറിയാം, എക്സിന്റെ മുന്നിലുള്ളത് a ആണ്. A ആണ്. ആ എന്റെ പകുതിന്റെ സ്ക്വയർ ആണ് എന്ത്? നമ്മൾ ഇപ്പുറം ആഡ് ചെയ്യുന്ന ബി എന്ന് പറയുന്നത്. ശരിയല്ലേ? എക്സിന്റെ മുന്നിലുള്ള നമ്പർ ഏതാണോ അതിന്റെ പകുതിന്റെ സ്ക്വയർ ആണ് നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ബി എന്ന് പറയുന്നത്. സംശയമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് വരികയാണ്. സിമ്പിൾ ആണ് മോനെ. എല്ലാവരും ശ്രദ്ധിച്ചോ. a/2². എന്റെ സ്ക്വയർ a² ബൈ 2ന്റെ സ്ക്വയർ 2². ദാറ്റ് ഈസ് ഈക്വൽ ടു b. a² / 2² = b. ഓക്കെ ആണോ? a² / 2² = b. ഇനി a² എന്ന് പറയുന്നതിനെ a² എന്ന് എഴുതാം. 2ന്റെ സ്ക്വയർ 4. a² / 4 = b എന്ന് നിങ്ങൾക്ക് കിട്ടും. a² / 4 = b എന്ന് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്ന് 2² 4 എന്ന് എഴുതി. ഓക്കെ അല്ലേ? 4 അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a² = 4b. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള തെളിയിക്കാനുള്ള ചോദ്യമാണ്. നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടെൻഷനായിട്ട് അങ്ങ് വിട്ട് കളയും. പക്ഷേ 2 സ്റ്റെപ്പിൽ ആൻസറിലേക്ക് എത്താവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റെക്റ്റാങ്കിളിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ. റെക്റ്റാങ്കിൾ ആണ് നമ്മളോട് ചോദ്യത്തിൽ പറയുന്ന സാധനം. എല്ലാവരും ശ്രദ്ധിച്ചേ. ഇതിന്റെ ചുറ്റളവ് പെരിമീറ്റർ. ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്നറിയോ? 36 ആണ്. എത്രയാ? 36. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി കണ്ടുപിടിക്കണം. പെരിമീറ്റർ മാത്രമാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കേണ്ട. നമുക്ക് AC എന്ന് പറയുന്ന ഡയഗണലിന്റെ നീളം കൂടെ തന്നിട്ടുണ്ട്. ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൽ ACന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. അതെത്രയാ? ACന്റെ നീളം √164. √164. എങ്ങനെ ചെയ്യും? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നോക്കിക്കോ. AB എന്ന് പറയുന്നത് നീളമാണ്, BC എന്ന് പറയുന്നത് വീതിയാണ്, ലെങ്ത് ബ്രെഡ്ത്ത്. നമുക്കറിയാം, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ എത്രയാണെന്നറിയോ മക്കൾക്ക്? ചുറ്റളവിന്റെ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, ഈ ചുറ്റളവിന്റെ പകുതിയാണ്. 36ന്റെ പകുതി, അതായത് 18. ഓക്കെ ആണോ? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ എത്രയാടാ? ചുറ്റളവിന്റെ പകുതിയാണ്, അത് 18.
ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ലെങ്ത് എക്സ് ആണെന്ന് എടുത്താൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് ബ്രെഡ്ത്ത് 18 അല്ലേ? ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് അറിയാത്തത് കൊണ്ട് എക്സ് എന്നെടുത്തു. അപ്പോൾ ബ്രെഡ്ത്ത് എത്രയാ? ബ്രെഡ്ത്ത് കാണാൻ സിമ്പിൾ. എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ 18 മൈനസ് എക്സ്. ബ്രെഡ്ത്ത് എത്രയാ? 18 മൈനസ് എക്സ്. സെറ്റാണോ? ഇനി ഇവിടെ നോക്ക്, റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഈ ആംഗിള് 90 ഡിഗ്രിയാണ്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി ഇവിടെ നോക്കിക്കോ, ശ്രദ്ധിച്ചോ, സിമ്പിൾ. ഈ കാണുന്ന ട്രയാങ്കിൾ ഒന്ന് മക്കൾ നോക്ക്. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ? അപ്പൊ പൈതഗോറസ് തിയറം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈസ് ഈക്വൽ ടു AC സ്ക്വയർ. സംശയമുണ്ടോ? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഇസ് ഈക്വൽ ടു AC സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. AB എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് ആണ്, എക്സ് സ്ക്വയർ, പ്ലസ് BC എന്ന് പറയുന്നത് നമുക്കറിയാം 18 മൈനസ് എക്സ് ആണ്, സ്ക്വയർ ഇസ് ഈക്വൽ ടു AC എന്ന് പറയുന്നത് √164 അതിൻ്റെ സ്ക്വയർ. √164 അതിൻ്റെ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇതിൽ നിന്നാണ് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തേണ്ടത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. എക്സ് സ്ക്വയർ, അതിനെ എക്സ് സ്ക്വയർ എന്ന് എഴുതി, പ്ലസ് 18 മൈനസ് എക്സിന്റെ സ്ക്വയർ 18 സ്ക്വയർ മൈനസ് 2 × 18 36 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ടിന്റെ സ്ക്വയർ ചോദിച്ചാൽ ഉള്ളിലുള്ള നമ്പർ. റൂട്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ ഉള്ളിലുള്ള നമ്പർ അതേതാ? 164. എത്രയാ? 164. സിമ്പിൾ. സെറ്റാണോ? എക്സ് സ്ക്വയർ അതെന്താകും? 2x സ്ക്വയർ പ്ലസ് നമുക്ക് ഈ 36x രണ്ടാമത് ഇതാ മൈനസ് 36x പ്ലസ് 18ന്റെ സ്ക്വയർ. മക്കളെല്ലാവരും ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കുക. എക്സ് സ്ക്വയറും കൂടെ കൂട്ടി ഞാൻ 2x സ്ക്വയർ എന്ന് എഴുതി, മൈനസ് 36x താഴോട്ട് എഴുതി. 18ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 324 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 164. ഓക്കെ ആണോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 164നെയും കൂടെ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 2x സ്ക്വയർ മൈനസ് 36x പ്ലസ് 324 എന്ത് ചെയ്യുക? 164 കുറയ്ക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ആരാകും? 0 മാത്രം. ഇപ്പുറത്തെ സൈഡിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 0 മാത്രം. സെറ്റാണോ? 2x സ്ക്വയർ മൈനസ് 36x 3x അല്ല 36x പ്ലസ് 324 164 കുറച്ചാൽ 160 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷൻ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനായിട്ട് ഞാനിതാ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. ഒരു സിമ്പിൾ ടെക്നിക്ക് നോക്കിക്കേ. ഇതിനെ എല്ലാത്തിനെയും ഞാൻ 2 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. എല്ലാവരെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2x സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയർ, 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18x പ്ലസ് 160ന്റെ പകുതി 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുമോ? നോക്ക് ഇവിടെയുള്ള നമ്പർ ഏതാ? 18. 18ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 9. 9ന്റെ സ്ക്വയർ 81. അതായത് 80 എന്നുള്ളത് എന്താവണം? 81 ആവണം. ശരിയല്ലേ? ഇവിടെ 18 ആണ് എക്സിന്റെ മുന്നിലുള്ള നമ്പർ. എക്സിന്റെ മുന്നിൽ 18 ആണെങ്കിൽ അതിന്റെ പകുതി എത്രയാ? 9. 9ന്റെ സ്ക്വയർ എത്രയാടാ? 81 ആണ് ഇവിടെ വേണ്ടത്. ഇത് 81 ആവാൻ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. ഇപ്പൊ 2 സൈഡിലും എന്ത് ചെയ്യുന്നു? 1 ആഡ് ചെയ്യുന്നു. എക്സ് സ്ക്വയർ മൈനസ് 18x പ്ലസ് 80. അതിനോട് ഞാൻ ഇവിടെ 1 ആഡ് ചെയ്യുമ്പോൾ 0-നോടും 1 ആഡ് ചെയ്യണം. ഇപ്പുറത്ത് ഈക്വൽ ടു 1. സെറ്റാണോ? സോ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 18x പ്ലസ് 81 81
പ്ലസ് 81 ഇസ് ഈക്വൽ ടു 1. സിമ്പിൾ സിമ്പിൾ. ഇതെന്താ സാധനം? എക്സ് മൈനസ് 9 ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് 9ന്റെ സ്ക്വയർ ആണ് 1. എക്സ് മൈനസ് 9ന്റെ സ്ക്വയർ 1 ആണെങ്കിൽ എക്സ് മൈനസ് 9 എത്രയാ നോക്കണേ? 81 എന്ന് പറഞ്ഞാൽ 9ന്റെ സ്ക്വയർ ആണ്. സോ എക്സ് മൈനസ് 9 സ്ക്വയർ ആണ്. സംശയം വേണ്ട. -18x -18ന്റെ പകുതി -9. അത്രേ ഉള്ളൂ. സിമ്പിൾ സിമ്പിൾ അല്ലേ? സെറ്റ്. എക്സ് മൈനസ് 9 1ന്റെ റൂട്ട് 1 തന്നെയാണ്. അപ്പൊ എക്സ് എത്രയാ? 1 + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. എത്രയാണ്? 10 സെന്റിമീറ്റർ. എക്സ് 10 ആണെന്ന് നമുക്ക് കിട്ടി. സിമ്പിൾ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണ്. ശരിയല്ലേ? ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണ്. അത് 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ ശരിയല്ലേ? ക്വസ്റ്റ്യനിൽ സെന്റിമീറ്ററിലുള്ളത് സെന്റിമീറ്ററിലാണ്. അത് നോക്കണേ. അല്ലാതെ ക്വസ്റ്റ്യനിൽ മീറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ 10 മീറ്റർ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ബ്രെഡ്ത്ത് 18 - എക്സ്. 18 - എക്സ്. എക്സ് എത്രയാ? 10. 18 10 പോയാൽ 8 സെന്റിമീറ്റർ. ലെങ്ത്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. ഓക്കെ അല്ലേ? നമുക്ക് 10ഉം 8ഉം കൂട്ടിയാൽ 18. ഇപ്പൊ ചുറ്റളവ് 36. കറക്റ്റ് ആണ്. നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ ആണോ? സോ ഈ 2 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. എ ബിയുടെ നീളം AB + BC അതല്ലേ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അത് 36ന്റെ പകുതിയാണ് 18 സെന്റിമീറ്റർ. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എ ബിന്റെ നീളം, എ ബി ആണ് നീളം, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 10 സെന്റിമീറ്റർ. ബി സിയും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ? സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ എക്സ് മൈനസ് 9ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണെന്ന് വിചാരിക്കാം. എക്സ് മൈനസ് 9ന്റെ സ്ക്വയർ 36 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ. സോ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടെ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.